ഇങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു ഫെജോ. ഇപ്പൊ എത്തും, ഉടനെ എത്തും, എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമസ്കാരം കോഴിക്കോട്. എനിക്കൊന്ന് ഇത്രയും വലിയ ക്രൗഡിനെ പിടിച്ചു വെക്കുക ഒരു സാഹസമായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി. പൊളിക്കാണ്ടിയല്ലേ? എത്ര പേര് ഇതിൽ സാഹസം ഫസ്റ്റ് ഡേ തന്നെ കാണും? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൈവക്കോ? അവിടെ കാണും, ഒന്ന് കൈവക്കോ. ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക്? പാട്ട് എങ്ങനെയുണ്ട് ഇതില? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമ്മളെ മ്യൂസിക് ഡയറക്ടർ വിപിൻ ബ്രോ ആണ്, വിപിൻ അശോകനാണ് ഇരിക്കുന്നത്. വിപിൻ ബ്രോ ഒരു കൈയടി കൊടുക്കോ? ഒന്ന് എഴുന്നേറ്റ് കാണിക്കോ. കാരണം എല്ലാവർക്കും സിംഗേഴ്സിനെ അറിയും, മ്യൂസിക് ഡയറക്ടേഴ്സിന് വലിയ പരിചയം ഉണ്ടാവില്ല. പൊളിക്കാനടിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്നാ എന്റെ സ്റ്റേജിന്റെ സെറ്റ് ചെയ്താലോ? ഡെക്കും യെസ്, തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. ബട്ട് മീൻ വൈൽ ഹിയർ വി ഹാവ് ഓൾ അവർ ആർട്ടിസ്റ്റ്. എനിക്കറിയാം നമ്മുടെ പടത്തിലെ സോങ് തന്നെ ആയിരിക്കും ആദ്യം പാടാൻ പോകുന്നത്. സോ അവരെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിൽ ഫെജോന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഐ റിയലി വാണ്ട് ടു ആസ്ക് കാലിക്കട്ട് അപ്പോൾ കാലിക്കട്ടുമായിട്ടുള്ള ഫെജോന്റെ ആ ഒരു സ്നേഹബന്ധം, ആത്മബന്ധം. കാരണം ഫെജോ എന്ന് ഇവരെല്ലാവരും വരുന്നതിന് മുമ്പ് ഞാനിവിടെ ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ ഫെജോ എന്നുള്ള പേര് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇറ്റ് വാസ് ക്രേസി. സോ ജസ്റ്റ് ടെൽ us what is your relationship with Calicut and കാലിക്കറ്റിൽ വന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്? കാലിക്കറ്റ് എപ്പോഴും സ്നേഹത്തിന്റെ നാടാണല്ലേ? കാരണം നമ്മള് സ്നേഹം 1% കൊടുത്ത് അതവർ 1000 ഇരട്ടിയാക്കി നമുക്ക് തിരിച്ചു തരും. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഫുഡ് ലഭിക്കുന്നതും കോഴിക്കോടാണ്. ഞങ്ങളും ടീമും കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഷോസ് ഉള്ളപ്പോൾ ഞങ്ങളുടെ സൈസ് ഇത്തിരി കൂടാറുണ്ട്. ഫുഡ് കഴിച്ച് അപ്പോൾ ഫുഡ് കഴിപ്പിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാലിക്കട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം, ആ ഒരു റാപ്പ് എന്ന് പറയുന്ന ആളുകൾ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾ തുടക്കം കുറിച്ച ഒരാളാണ് ഫെജോ. ഐ തിങ്ക് ഹീസ് ആർ കേരളാസ് ഗളി ബോയ് അല്ലേ? റൈറ്റ്? യെസ്. അപ്പോൾ ഇറ്റ്സ് വെരി ഹാപ്പി മൊമെന്റ് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും. സോ അധികം ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല, നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ റൈറ്റ്, താങ്ക് യു വെരി മച്ച് എവരിവൺ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം, ബിക്കോസ് ഹി ഈസ് ഗോണ ബി ഹിയർ സിംഗിങ് ഫോർ യു ഓൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എനർജിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുക. നമസ്കാരം കോഴിക്കോട്. കേൾക്കുന്നില്ല? നമസ്കാരം കോഴിക്കോട്. ആ വെള്ളം വരട്ടെ. ഇത്ര ആൾക്കാരല്ലേ? ഒന്നുകൂടെ 1 2 3 സ്റ്റാർട്ട്. കോഴിക്കോട് പവർ. ഓക്കെ, എന്റെ പേര് ആദർശ് DJ. ഞാൻ ആക്ച്വലി ബീറ്റ് ബോക്സറാണ്, ഡെക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഓക്കെ ആക്ച്വലി എല്ലാവരും ഇവിടെ ഉണ്ട് കോഴിക്കോട്. ഞങ്ങൾ സൗണ്ട് ചെക്കിന് മുന്നേ വന്നായിരുന്നല്ലോ പറ്റോ? വന്ന ടൈമില് ആൾക്കാർ എന്നാലും ഭയങ്കര കവറപ്പായിരുന്നു. പക്ഷെ ഇത് ഇത്രയും എക്സ്ട്രീം ഉള്ളെന്ന് പറഞ്ഞേക്കാം. ഞാൻ ആദ്യത്തെ ഹൈലൈറ്റ് മാളിൽ വന്നു പൊളി നമുക്ക് പിടിച്ചു തുടങ്ങിയല്ലോ. പിടിക്കാം. അപ്പൊ കോഴിക്കോടിലെ ഇന്നാട്ടിലെല്ലാ നാട്ടുകാർക്കും വേണ്ടി എടുക്കിയ ഒരു ട്രാക്ക് പാടാം. ഓക്കെ. നാടേ നാട്ടാരേ കേൾക്കുന്നുണ്ടോ? നാടേ നാട്ടാരേ ഞാൻ ബേസിക്കലി റാപ്പറാണ്. സിംഗർ സാധ്യതകൾ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് റാപ്പിംഗ് എന്ന് പറയാം. പക്ഷെ 2025 മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ് എന്നെ പഠിച്ച് സിംഗർ ആക്കിയത്. അപ്പൊ ഈ കൊല്ലത്തിന്റെ 4ാമത്തെ പാട്ടാണ് ഓണം മൂട്. എനിക്ക് തോന്നുന്നു 4 പാട്ട് ഞാൻ പാടി റാപ്പ് ചെയ്യുന്നതിന് പകരം. അപ്പൊ എനിക്ക് അതിന് തുടക്കം കുറിച്ച ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ട്രാക്ക് പാടിയാലോ? അപ്പൊ അതറിയോ? ഹാർട്ട് അറ്റാക്ക് ഓർക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ മാള് കാരണം ചിലപ്പോ ഇടിഞ്ഞു വീഴുന്നുള്ള പേടി കാരണമായിരിക്കാം. അതുപോലെ എനിക്ക് കുറെ പേര് ഫോണിലാണ് ഷൂട്ട് ചെയ്യണം.
എനിക്ക് നമ്മുടെ സോങ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റാറ്റസ് ആയിട്ട് കാണണ്ട. നിങ്ങളത് എൻജോയ് ചെയ്ത് വീട്ടിൽ പോയി മനസ്സിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി. റെഡി അല്ലപ്പാ? ഹാർട്ട് അറ്റാക്ക് പിടിക്കാം. ഒരുമിച്ച് പിടിക്കില്ല. റെഡിയല്ലേ? വാ, ഓക്കെ, പിടിക്കാ. ഫുൾ ആവേശം, ഫുള്ള് എനിക്ക് ഒരു സാഹസം മൂഡ്. റെഡിയായോ? ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ, ഇത്ര നേരം റാപ്പിന്റെ അംശമല്ല കേട്ടത്. റാപ്പ് എന്ന് പറയുന്ന ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു സംസ്കാരം, ഒരു കൾച്ചറിന്റെ പില്ലേഴ്സിൽ ഒന്നാണ്. അതിന്റെ മറ്റൊരു പില്ലർ കൂടി കേട്ടല്ലോ. വെൽക്കമിങ് ആദർശ് DJ ദ ബീറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി അല്ലേ? പക്ഷെ നിങ്ങൾ തുള്ളാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ മാളാണ്, അതിൻ്റെതായിട്ടുള്ള ആംബിയൻസ് മനസ്സിലാവും. എന്നാലും ഹാപ്പി അല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ കുറെ നേരം ട്രാക്ക് കേട്ടു, കുറെ ബീറ്റ്സ് ഒക്കെ കേട്ടു. ആക്ച്വലി ഇനി കേൾക്കാൻ പോകുന്നത് എൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ആക്ച്വലി 100% ഹ്യൂമൻ വോയിസ് ആണ്. ചെറിയ സാമ്പിൾ കാണിക്കാം ഞാൻ എന്താണ് ചെയ്യുന്നത്. ഇതാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത്. എന്നെ ഇവിടെ എത്ര പേർക്ക് അറിയാം? പണ്ട് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് റിയാലിറ്റി ഷോ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം ഫുള്ള് ഈ മനുഷ്യന്റെ തൊണ്ടയിൽ നിന്ന് വന്നതാണ്. അത് കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഡൗട്ട് ഉള്ളവരുണ്ടോ? ഇങ്ങനെയല്ലേ എന്ന് എന്നാ ചോദിച്ചാൽ ഒരു ടെസ്റ്റിങ്ങിന് ഒരു സാധനം കൂടി കൊടുക്കാൻ പറ്റുമോ? ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. പാ എന്ന് പറഞ്ഞ അക്ഷരം കുറച്ച് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു നോക്കാം. തുപ്പല്ല ഇങ്ങോട്ട്. സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക. ഇത് ഫോഴ്സിൽ മനസ്സിൽ പാസ കാസ. മൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ചും കൂടെ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ പ്രാക്ടീസിലൂടെ അങ്ങനെ കിട്ടും. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സിനിമയിൽ ഏതെങ്കിലും ബീച്ച് ഇത് ചെയ്യാൻ പറ്റുമോ? മമ്മൂക്ക ഫാൻസ് ഉണ്ടോ? മമ്മൂക്ക. ഓക്കെ, മമ്മൂക്കടെ ഒരു മാസമോളം മമ്മൂക്കടെ ഏത് പിടിക്കാൻ പറ്റും? എനിക്ക് ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ എനിക്ക് കുറേ സിനിമ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ബിഗ് ബി. ബിഗ് ബി. ഓക്കെ, ഗോപി സുന്ദർ. മ്യൂസിക്. അപ്പം അതിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു. ആ പുള്ളിക്കാരൻ എൻ്റർ ചെയ്യുമ്പോൾ ഇതേ കണക്ക് തന്നെ ഭീഷ്മപർവം. സുഷിന്റെ മ്യൂസിക്. അതില് ബീച്ചൊക്കെ റെഡിയാണോ? കേൾക്കാൻ മെയിൻ സാധനം വരട്ടെ. ഒരു കോമഡി മൂവിയിൽ ചെയ്യാൻ പറ്റുമോ? കോമഡി ആട് സിനിമ ഉണ്ടോ? സർബത്ത് ഷിബറിന് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ മാത്രം ആട് 3 ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീറ്റ് ബോക്സ്. ചേട്ടാ, സർബത്ത് ഷിബർ എൻ്റർ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഞാൻ തൊണ്ട് കൊണ്ട് ചെയ്യാണ്. പക്ഷെ തെറ്റുകുറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കേരളക്കരയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബീറ്റ് ബോക്സറാണ് ആദർശ് DJ. റാപ്പിനുണ്ടായിരുന്ന ഉണ്ടാകുന്ന ഒരു ഉയർച്ച ബീറ്റ് ബോക്സിനെത്തി അതിന്റെ ലീഡിങ് മുന്നിൽ നിൽക്കേണ്ട ആളാണ് നമ്മുടെ സ്വന്തം. ഞാൻ ഓർമ്മ കൊടുക്കണം. പിന്നെന്താ ലാസ്റ്റ് ആയിട്ട്
നമ്മളൊക്കെ കാറിലും ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കാറിനകത്തൊരു ഡീസ് ഇടുക, ഇതേ സമയം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കാറിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അകത്ത് ഡീസൽ പ്ലേ ചെയ്യണേ, പക്ഷെ എന്തായിരിക്കും സൗണ്ട് വ്യത്യാസം കറക്റ്റാണെങ്കിൽ മാത്രം കൈ അടിച്ചാൽ മതി. നമ്മൾ കാറിനകത്തോട്ട് കയറി റാപ്പ് കേട്ടു ബീറ്റ് ബോക്സ് ഇട്ട് രണ്ടുകൂടി ഒരുമിച്ച് കേൾക്കാൻ റെഡിയാണോ? കോഴിക്കോട് മേടിച്ച ഞാനൊരു റാപ്പ് ചെയ്യും, അതിനനുസരിച്ച് ബീറ്റ് ബോക്സ് ചെയ്യാൻ പറ്റുമോ? ബീറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ എന്തിന് DJ? തെക്കു നിന്നു വരും ദൈവത്തിന്റെ സ്വന്തം ജനത, പഠിക്കും അമ്മയ്ക്കും കേരള, നിന്റെ തിളനിന്നു ഇന്ത്യ, പല ജാതി മതം ഒരൊറ്റ ഇന്ത്യ, തേടും തേടും വീണ്ടും പടികൾ കടന്നു കയറും, നില നേടും 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 വിജയം കടന്നു വരും, അല്ല നാടും നഗരവും പാടും പലകല്ല നമ്മൾ നോട്ടിക്കാതെ ഇവിടെ കാലമേറികളായതുപോലെ കൈകൊപ്പിയാണ് തിരിച്ചടി കാലമായി ഒരു ചൂർണാക്കി ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ. You know, say ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ. നമ്മുടെ പരിപാടിയുടെ ക്ലൈമാക്സിനോട് കിടക്കട്ടെ. എന്താണ് മൂഡ്? ഏതാണ് മൂഡ്? സാഹസം മൂഡ്. ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഫെജു, നമ്മുടെ 2 ചെറിയ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. അവർക്ക് ഫെജുവിന്റെ പാട്ടിനൊപ്പം നമ്മുടെ സ്റ്റാർസിനൊപ്പം ഒന്ന് ചൂട് വെക്കണം ആഗ്രഹം എന്ന് വിളിച്ചാലോ? കേറിയത് നല്ലൊരു കൈയ്യടി കൊടുക്കോ ആ ചെറിയ കുട്ടിക്ക്? ക്യൂട്ടി പൈ. എന്താണ് മോളുടെ പേരെന്താണ്? പേരെന്താ? എന്തോ പറയുന്നുണ്ട്, ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ ഉറച്ചു പറയൂ. എന്താ മോളുടെ പേര്? തീർത്ഥ. തീർത്ഥ എന്നാണ്? തീർത്ഥയല്ല, ഷെരീഫ. ഷെരീഫ. ഷെരീഫ എന്നാണല്ലേ? ആ കൂടെ വന്ന ആരാ? ചേച്ചിയാണോ? അല്ല, കൂടെ ആരെങ്കിലും പെർഫോം ചെയ്യാന്ന് പറഞ്ഞായിരുന്നോ? ഡാൻസ് കളിക്കാന്ന് പറഞ്ഞായിരുന്നോ? ആരെങ്കിലും പറ്റിച്ചോ? ഇല്ല. എന്നാ പിന്നെ ഇവരെല്ലാവരും യെസ്, നമുക്ക് ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ആൾക്ക് നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. പേരെങ്ങനെ? റൈഹാൻ. റൈഹാൻ. റൈഹാന്റെ മുഖത്ത് എന്താ പറ്റിയ? ആരോ ഇടി കൂടിയ? നീ വെറുതെ ഇടി കൂടിയെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ 3 പേരായിരിക്കും നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂനൊപ്പം ഡാൻസ് കളിക്കുന്നത്. ആൻഡ് ദ സ്റ്റേജ് ഈസ് ഓൾ യോഴ്സ്. യെസ്. എന്നാ എല്ലാവർക്കും വരാൻ പറ്റുമോ നമ്മുടെ ഓണം മൂട് പാടാൻ? യെസ്. ഓക്കെ. അപ്പൊ ആദ്യം അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ. എന്നിട്ട് നമുക്ക് അവരെ കൂടെ വിളിക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പം തുള്ളാൻ റെഡിയല്ലേ? കൂടെ തുള്ളാൻ റെഡിയല്ലേ? കൂടെ തുള്ള തന്നെ ആയിക്കോട്ടെ. എന്നാ യെസ്, എന്നിട്ട് നമുക്ക് ഓണം മൂടിലോട്ട് പൊളിക്കാൻ റെഡിയല്ലേ? കാലിക്കാട്ട് എന്ത് ഞാൻ വന്നപ്പോ ആഹാരം സ്നേഹം എന്നൊക്കെ കൊണ്ട് സ്നേഹവും ആവേശമൊന്നും ഇല്ലല്ലോ. വരട്ടെ എങ്ങനെ? ഇതാണ് എനിക്ക് വേണ്ടത്. ചിന്താതമണിയിൽ തൂളി കയറി സ്വാർത്ഥപുറകെ ലോകമോടി, വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും ചുട്ടുപൊള്ളി മരുഭൂമി നഗരം. ഇനി സപ്തസ്വരങ്ങളുടെ വാക്കിൽ നിറയും സപ്തസ്വരങ്ങളുടെ ഭാവത്തിൽ വിരിയുന്നു. അവന്റെ ക്ലാസ്സിൽ ടീച്ചർ വെച്ചാൽ ഇങ്ങനെ തന്നെ പറയുന്നത്. അല്ലല്ല, ഈ കൂടത്തുള്ള ലിറിക്സ് പഠിച്ച ഒരു ഉപകാരമുണ്ട്. നമുക്ക് നവരസങ്ങൾ പഠിക്കാം. ശൃംഗാരം രൗദ്രം, വീരം ഭയാനകം, കരുണം ബീഭത്സം, അത്ഭുതം ശാന്തം, ഹാസ്യം, ഏകാക്കിയാണെങ്കിലും കടാക്ഷം മുന്നിലെ ദാസ്യം. എനിക്ക് തോന്നുന്നു ഈ നവരസങ്ങളെല്ലാ ഇമോഷൻസും ഉള്ള സിനിമയും കൂടി ആയിരിക്കും സാഹസം, അല്ലേ? അടിപൊളി. അപ്പൊ കൂടത്തുള്ള റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. പിടിച്ചോ ഓളി തുള്ളൂലേ? എന്ത് സ്റ്റെപ്പ് ചെയ്യും? ജമ്പ് ചെയ്യാൻ പറ്റുമോ? യെസ്. ഇനി നമുക്ക് സാഹസത്തിലെ ടീംസിലൂടെ വിളിച്ചാലോ? ഓണം മൂടി റെഡിയല്ലേ?
മുല്ലേ 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 മുട്ടിമേലെ മണപ്പരത്തണ് മെല്ലെ 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 മലയാളക്കരയിളക്കണ് ഏറ്റുമൂട് തങ്ങോട്ട് ഏറ്റുമൂട് മുണ്ട് മുണ്ട്. Let's go. യെസ് യെസ് ഓക്കെ നമ്മൾ പാടി തുറക്കുന്നു അവരെത്തുന്നു നിങ്ങളൊപ്പം ഞങ്ങളൊപ്പം ഡാൻസ് കളിക്കാറുണ്ടല്ലേ യെസ് യെസ് നിങ്ങൾ ഡാൻസ് കളിക്കൂലേ നമ്മൾ ഈ സോങ് റിലീസ് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഹുക്ക് സ്റ്റെപ്പ് അറിയാം. അപ്പൊ ഇവിടെ കുറച്ച് സ്പേസ് കൺജസ്റ്റഡ് ആണെങ്കിൽ കൂടി ഫെസ്ബ പറഞ്ഞ ഇവരെല്ലാവരും ഡാൻസ് കളിച്ചോളൂ. ഉറപ്പായിട്ടും പൊളിയാമോ Let's go. Yes. Thank you, very good. അപ്പൊ എന്തായാലും ഈ ഒരു ഹൈലൈറ്റ് മോൾ ഒരു കോൺസേർട്ട് ഗ്രൗണ്ട് ആക്കി മാറ്റിയ നമ്മുടെ സ്വന്തം ഫെഡ്രോ. Give it up for Fedro, everybody, come on. And also, yes, here we have the one and only ആദർശ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദർശിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ബീറ്റ് ബോക്സിംഗ് ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ you can contact ആദർശ്. It was a wonderful show and thank you so much. അപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാതുപോലെ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതിയാണ് നമ്മുടെ മൂവി തിയേറ്ററിൽ ഓഗസ്റ്റ് 8-നാണ് നമ്മുടെ മൂവി തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ട് മൂവി കാണുക. once again thank you so much. I think ജീവൻ ചേട്ടൻ എന്തോ പറയാനുണ്ട്. അപ്പൊ എല്ലാരും ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങൾ ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ പോയി അത് സാഹസം കാണണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വലിയൊരു കൈഡി എക്ടയ്ക്ക് കൂടെ കൊടുക്കണം. ഈ കുറച്ചു നേരം ഈ ക്രൗഡിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും വലിയ സപ്പോർട്ട് തന്ന എക്ടയ്ക്ക് ഒരു നല്ല കൈഡി കാലിക്കറ്റുന്നവ. താങ്ക് യു എക്ട, താങ്ക് യു ജിഞ്ചർ മീഡിയ, താങ്ക് യു ഹൈലൈറ്റ് മാൾ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. വി ലവ് യു കാലിക്കറ്റ്. ആ ലവ് ഞങ്ങൾക്ക് സാഹസം 8-ാം തീയതി റിലീസ് ആകുമ്പോൾ കാണണം. നിങ്ങൾ കാണുമോ? ഏത് മൂന്ന് താങ്ക് യു. വി ലവ് യു കാലിക്കറ്റ്.